കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ പച്ചക്കള്ളം പറയുന്നുവെന്ന് ABVP. സെനറ്റ് ഹാളിലെ ഭാരതാംബയുടെ ഛായാചിത്രം ശ്രദ്ധിക്കാതിരുന്ന KS അനിൽകുമാർ ചീഫ് എഡിറ്റർ ആയിരുന്ന മാഗസിനിലെ ചിത്രം കണ്ടിരുന്നുവോ എന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ്. 2016-17 അയ്യപ്പ കോളേജ് മാഗസിൻ 2ാം പേജ് മുഴുവനായും ഭാരതാംബയുടെ ചിത്രമായിരുന്നു. അന്ന് മാഗസിൻ ചീഫ് എഡിറ്ററും പബ്ലിഷേഴ്സും KS അനിൽകുമാർ ആയിരുന്നുവെന്ന് ABVP പറയുന്നു. മാഗസിന്റെ ചിത്രങ്ങളും ABVP പുറത്തുവിട്ടു. പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയായി അനിൽകുമാർ മാറിയെന്നും ABVP ആരോപിച്ചു. ആ സമയത്ത് ഭാരതാംബയുടെ ചിത്രം ഫ്ലെക്സിലുണ്ടായിരുന്നത് അദ്ദേഹം കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹം 2016-17 സമയത്ത് പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ആ കോളേജിൽ നടന്നുള്ള മാഗസീൻ്റെ ഫ്രണ്ട് പേജാണിത്. തത്വമസി എന്ന് പറയുന്ന മാഗസീൻ. ഈ മാഗസീൻ്റെ 2ാമത്തെ പേജിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള മാഗസീനാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് അദ്ദേഹം കണ്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആ മാഗസീന് ആശംസ എഴുതിയിട്ടുള്ള പ്രിൻസിപ്പൾ അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ ആ മാഗസീൻ്റെ ചീഫ് എഡിറ്ററും അദ്ദേഹം തന്നെയാണ്. ഇത് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആശംസയാണ്. അതിനുശേഷം നമുക്കറിയാം ആ മാഗസീൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ളത് അദ്ദേഹമാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ പറയൂ. ഈ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറായ KS അനിൽകുമാർ ഭാരതാംബയുടെ ചിത്രം ഉള്ള ഒരു സ്റ്റേജിലിരിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ABVP പുറത്തുവിട്ടത്. 2020 ഈ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഈ അനിൽകുമാർ അവിടുത്തെ ആർട്സ് ഡേയിൽ പങ്കെടുത്ത ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ABVP പുറത്തുവിട്ടത്. ഈ ചിത്രങ്ങൾ പുറത്തുവിട്ട സമയത്ത് ABVP ചിത്രങ്ങളുമായി രംഗത്ത് വന്ന സമയത്ത് താൻ കണ്ടില്ല, ഈ ഫ്ലക്സിൽ ചിത്രമുണ്ടായിരുന്നത് താൻ കണ്ടില്ല എന്നതായിരുന്നു അനിൽകുമാർ പറഞ്ഞത്. ഏതായാലും അനിൽകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരെ പച്ചക്കള്ളം പറയുന്നു എന്നാണ് ABVP ഇപ്പോൾ ആരോപിക്കുന്നത്. മാത്രമല്ല ABVP അതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടെ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. 2016-17 കാലത്ത് ഈ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പളായി ഇരുന്ന ആ സമയത്ത്, അതായത് KS അനിൽകുമാർ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന അതേ കാലത്ത് 2016-17 അയ്യപ്പ കോളേജിൻ്റെ മാഗസീനിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ ABVP പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാഗസീനിലെ 2ാം പേജ് മുഴുവനായിട്ട് ഭാരതാംബയുടെ ചിത്രമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുകളിൽ വന്ദേ മാതരവും അതിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഈ മാഗസിൻ്റെ ചീഫ് എഡിറ്റർ എന്നുള്ളത് അത് KS അനിൽകുമാറായിരുന്നു. പബ്ലിഷേഴ്സും KS അനിൽകുമാറായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് ഒരു കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അവിടുത്തെ ആർട്സ് ഡേക്ക് ഒരു വേദിയിൽ അതിൻ്റെ ബാനറിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. അപ്പോൾ അനിൽകുമാറിന് അതിലൊരു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 2020 ഈ ഇപ്പോൾ ABVP പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ തെളിവുകൾ അല്ലെങ്കിൽ അന്നത്തെ മാഗസീൻ്റെ ചിത്രങ്ങൾ 2016-17 കാലഘട്ടത്തെയാണ്. ആ മാഗസീനിൽ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം 2ാം പേജിൽ മുഴുവനായി വലുതായിട്ട് ഉൾപ്പെടുത്തിയതും അതിൽ വന്ദേ മാതരം എഴുതിയതും ആ സമയത്തും ഭാരതാംബയോടോ മറ്റോ ഒന്നും വിയോജിപ്പ് അനിൽകുമാറിന് ഉണ്ടായിരുന്നില്ല. അതേ അനിൽകുമാർ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല പച്ചക്കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ABVP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയായിട്ട് അനിൽകുമാർ മാറിയിരിക്കുകയാണ് എന്നും ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഈശ്വരപ്രസാദ് പറയുന്നു. ഏതായാലും ഈ ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിലെ ചിത്രത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ചീഫ് എഡിറ്ററായ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ ഈ കാര്യത്തിൽ എന്താണ് അനിൽകുമാറിന് ഇനി പറയാനുള്ളത് എന്നുമാണ് ABVP പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.